ചരിത്രത്തിലും ആത്മീയതയിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ സിറിയൻ ഓർത്തഡോക്സ് പാരമ്പര്യവും പഴമയും സമന്വയിക്കുന്ന അമൂല്യരത്നമായി നിലകൊള്ളുന്ന ദേവാലയമാണ് കുറുപ്പമ്പടി മർത്തമറിയം കത്തീഡ്രൽ. ഭൂതകാലത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന നിരവധി പുരാവസ്തു രേഖകളും മറ്റൊരു ദേവാലയങ്ങളിലും കാണാത്തതുമായ പഴക്കമുള്ള നിരവധി താളിയോല കെട്ടുകളും ഈ ദേവാലയത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചരിത്രപരമായ ഈ പുരാവസ്തുക്കളുടെ സാന്നിധ്യം കുറുപ്പമ്പടി എന്ന പുരാതന വടക്കൻ തിരുവിതാംകൂറിൻ്റെ സമ്പന്നമായ സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ നേർസാക്ഷ്യമാണ്. പോർച്ചുഗീസ് ആഗമനത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസത്തെ തച്ചുടയ്ക്കപ്പെടുന്ന സമയം അതിനെതിരെ നിലകൊണ്ട അർക്കദിയാക്കന്മാർക്ക് വേണ്ടതായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ പാരമ്പര്യം ഈ പള്ളിക്കുണ്ട്. പ്രദേശത്തെ നിരവധി സുറിയാനി പള്ളികളുടെ മാതൃദേവാലയമായി നിലകൊള്ളുന്ന ഈ പള്ളിയിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളകളിൽ അന്ത്യോക്യൻ സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ബാവമാരും പാത്രിയർക്കൽ പ്രതിനിധികളായി അനേകം വിശുദ്ധ പിതാക്കന്മാരും എഴുന്നള്ളി വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് ഈ ദേശത്തെയും ഇടവക ജനങ്ങളെയും അനുഗ്രഹിച്ചു. അവരെയെല്ലാം അത്യാഡംബരപൂർവം എല്ലാവിധ ബഹുമതികളോടും കൂടെ ഈ ഇടവകയും ഈ ദേശവും സ്വീകരിച്ചു പോന്നു. ആ പതിവ് ഇന്നും തുടർന്നു പോരുന്നു. പരുമല കൊച്ചു തിരുമേനി എന്ന സ്നേഹനാമത്തിൽ വിശ്വാസികൾ വിളിക്കുന്ന പരിശുദ്ധനായ ചാത്തുരുത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് കുറുപ്പമ്പടി മർത്തമറിയം കത്തീഡ്രൽ. സുറിയാനി സഭയുടെ ഈറ്റില്ലമായ തുർക്കിയിലെ തുറബ്ദീനിൽ നിന്നും എഴുന്നള്ളി വന്ന് നിരവധി വർഷങ്ങളോളം ഈ ദേവാലയത്തിൽ താമസിച്ചിരുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധി പരിശുദ്ധനായ യുയാക്കിങ് മോർ കൂറിലോസ് ബാവായുടെ കൂടെ നന്നേ ചെറുപ്പത്തിൽ ഷെമാശനായും പിന്നീട് വൈദികനായും പലപ്പോഴായി തിരുമേനി ഈ കത്തീഡ്രൽ പള്ളിയിലെ പള്ളി മേടയിൽ വന്ന് താമസിക്കുവാറുണ്ടായിരുന്നു. അക്കാലം മുതൽക്കേ തന്നെ തിരുമേനിക്ക് ഇടവകയോടും ഇടവക ജനങ്ങൾക്ക് തിരുമേനിയോടും ഒരു പ്രത്യേക ആത്മബന്ധം ഉണ്ടായിരുന്നു. മെത്രാപ്പോലിത്ത ആയതിനു ശേഷം കൂടെ കൂടെ പള്ളിയിൽ വന്ന് ആത്മീകവും ഭൗതികവുമായ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ഉതകുന്ന നിർദ്ദേശങ്ങളും നൽകി തിരുമേനി ഇടവകയെ അനുഗ്രഹിച്ചു. പള്ളിക്ക് കീഴിൽ പടിഞ്ഞാറ് വശത്തായി കാടും മുൾപ്പടർപ്പും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലുള്ള ചെറുമല തിരുമേനിയുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ചെറു കുന്നിൻ മുകളിൽ നിത്യവും ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് സായം സന്ധ്യയിൽ തിരുമേനി താമസിച്ചിരുന്ന കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പള്ളിമേടയിൽ നിന്ന് കാൽനടയായി കയറി വരിക പതിവായിരുന്നു. ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കണമെന്ന് താപസ ശ്രേഷ്ഠനായ തിരുമേനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും നിയോഗത്താലും ദർശനം ലഭിക്കുകയും കൂടെ കൂടെയുള്ള ഈ ദർശനം തിരുമേനിയെ പ്രാർത്ഥനയിൽ ഏറെ ചിന്തിപ്പിക്കുകയും മാതൃദേവാലയത്തിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം പള്ളിയോഗത്തെ ഇത് ധരിപ്പിക്കുകയും ചെയ്തു. ദൈവിക സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന തിരുമേനിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ദൈവനിശ്ചയമായി കരുതി പള്ളിയോഗവും ഇടവകയും ഒരേ സ്വരത്തിൽ ആ നിർദ്ദേശം അംഗീകരിച്ചു. അതിൻ പ്രകാരം കൊല്ലവർഷം 1076, അതായത് AD 1901 ഇടവമാസം 15 മാതൃദേവാലയത്തിൻ്റെ പ്രധാന ത്രോണോസിൽ പരിശുദ്ധനായ തിരുമേനി വിശുദ്ധ ബലി അർപ്പിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇടവകയിലെ വിശ്വാസികളുടെയും അകമ്പടിയോടുകൂടി ആഘോഷപൂർവ്വം പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായി ഈ കുന്നിൻമുകളിൽ വന്ന് പണിപൂർത്തീകരിച്ച കുരിശിൻ തൊട്ടിയുടെ കൂദാശ നിർവഹിച്ചു. അന്നു മുതൽ ചെറുമലയിലെ ഈ കുരിശുപള്ളി പിന്നീട് മലൈക്കുരിശു പള്ളി എന്നറിയപ്പെടുവാൻ തുടങ്ങി. തിരുമേനിക്ക് തൻ്റെ പ്രഥമ യെരുശലേം യാത്രാവേളയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ച വിലമതിക്കുവാനാകാത്ത അമൂല്യനിധിയായിരുന്നു മോർ കുര്യാക്കോസ് സഹതായുടെ തിരുശേഷിപ്പ്. AD 305 ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രിസ്ത്യൻ പീഡകാലത്ത് ജീവിച്ചിരുന്ന കേവലം 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുര്യാക്കോസ് ക്രിസ്തുവിലുള്ള തൻ്റെ അളവറ്റ വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ അതിക്രൂരമായ പീഡനമേറ്റ് രക്തസാക്ഷിയായി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് പരിശുദ്ധ സുറിയാനി സഭ അതീവ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചു പോന്നു. ഭാരതത്തിൽ നിന്നും അവിടെ എത്തിച്ചേർന്ന തിരുമേനിക്ക്
സഹദായുടെ വലതു കൈയിലെ അസ്ഥിയുടെ ഭാഗമായ തിരുശേഷിപ്പ് ലഭിക്കുകയും ചെയ്തു. തൻ്റെ മടങ്ങിവരവിൽ ആ തിരുശേഷിപ്പ് സ്ഥാപിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം താൻ ഏകാന്ത ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത ഈ മലയിലെ കുരിശിലാണെന്ന് തിരുമേനി നിശ്ചയിച്ചുറപ്പിക്കുകയും അതിൻ പ്രകാരം ഈ ദേശത്തിന് അനുഗ്രഹ വെളിച്ചമായി തിരുമേനിയുടെ തൃക്കരങ്ങൾ കൊണ്ട് അതിവിടെ സ്ഥാപിക്കുകയും ചെയ്തു. തിരുമേനിയുടെ ഉപദേശപ്രകാരം മോർ കുര്യാക്കോസ് സഹദ രക്തസാക്ഷിയായ കർക്കിടകം 15, അതായത് ജൂലൈ 15 ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കേരളത്തിൽ തിമർത്തു പെയ്യുന്ന മൺസൂൺ മാസം ആകൊണ്ട് പെരുന്നാൾ നടത്തിപ്പിലുണ്ടായ ബുദ്ധിമുട്ട് മുഖാന്തരം ഇടവക ജനങ്ങൾ തിരുമേനിയുടെ മുൻപാകെ സങ്കടം ബോധിപ്പിച്ചു. തൽഫലമായി പിന്നീടുള്ള വർഷം മുതൽ അത് ചെറു പെരുന്നാളായി നിജപ്പെടുത്തുകയും വളരെ വിപുലമായി വലിയ പെരുന്നാൾ മകരമാസം 14, 15, അതായത് ജനുവരി 27, 28 തീയതികളിൽ വിശ്വാസികൾക്ക് നേർച്ച കാഴ്ചകളോടെ ആചരിക്കുവാനും തിരുമേനി പള്ളി യോഗത്തിന് നിർദ്ദേശം നൽകി. കൊല്ലവർഷം 1077 മകരം 14, 15, അതായത് ജനുവരി 27, 28 തീയതികളിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി പ്രധാന പെരുന്നാൾ പരിശുദ്ധ പരുമല തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി പുരസ്സരം ഇവിടെ കൊണ്ടാടി. ഈ ചാപ്പലിലെ ക്രമീകരണങ്ങളും ഇവിടുത്തെ പെരുന്നാൾ നടത്തിപ്പിനെക്കുറിച്ചും പരിശുദ്ധനായ തിരുമേനിയുടെ കയ്യൊപ്പോട് കൂടിയ പള്ളിയോഗ ഡയറി ഇപ്പോഴും മാതൃദേവാലയത്തിൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ജാതിമത ഭേദമന്യേ ദൂരെ നാടുകളിൽ നിന്ന് പോലും നിരവധി വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നേരുകയും ചെയ്തു വരുന്നു. സഹദായുടെ മധ്യസ്ഥതയിൽ രോഗികൾക്ക് സൗഖ്യവും മനം തകർന്നവർക്ക് ആശ്വാസവും സന്താന സൗഭാഗ്യവും മറ്റ് അളവറ്റ അനുഗ്രഹങ്ങളും ലഭിച്ചു വരുന്നു. 1982 അന്ത്യോക്യ പാത്രികീസായിരുന്ന മോറാൻമോർ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ ബാവായുടെ ശ്ലൈഹിക സന്ദർശന വേളയിൽ ഈ ചാപ്പലിൽ വരികയും വെള്ളിയാഴ്ച ദിവസങ്ങളിലും പ്രധാന പെരുന്നാളുകളിലും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കൽപ്പിച്ചരുളുകയും ചെയ്തു. അതനുസരിച്ച് ത്രോണോസ് നിർമ്മിച്ച് തിരുശേഷിപ്പ് തെക്കു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന കാണുവാൻ ചാപ്പലിൽ സ്ഥലപരിമിതി ഉണ്ടായതിനാൽ പൂമുഖം വിപുലപ്പെടുത്തി മോണ്ടളം പണിയിച്ചു. വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാച്ചോർ നേർച്ചയും ജനുവരിയിലെയും ജൂലൈയിലെയും പെരുന്നാളുകൾക്ക് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമുള്ള നെയ്യപ്പവും പഴവും വഴിപാടായി ഇടവക വിശ്വാസികൾ സമർപ്പിച്ചു വരുന്നു. വലിയ നോമ്പൊഴികെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു വരുന്നു. സായം സന്ധ്യയിൽ തിരുമേനി പ്രാർത്ഥിക്കുവാൻ ഇവിടെ വന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട വൈദികർ പ്രാർത്ഥന നടത്തി വരുന്നു.